അധിക താരിഫിനെ തുടർന്നുണ്ടായ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നടപടികളുമായി ട്രംപ്. വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക താരിഫ് ഒഴിവാക്കി ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു. അധിക താരിഫിനെ തുടർന്ന് വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ അമേരിക്കയിൽ വില വർദ്ധിച്ചിരുന്നു. വിവരങ്ങളുമായി വീണ്ടും ഐസൺ തന്നെ ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. ദുർഗ, തീർച്ചയായും കാപ്പി, വാഴപ്പഴം, ബീഫ് പോലുള്ള അമേരിക്കയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനാണ് ഈ താരിഫ് വഴിവെച്ചത്. വൻതോതിൽ താരിഫ് ഏർപ്പെടുത്തിയതോടെ പ്രത്യേകിച്ച് ബ്രസീലിയൻ കോഫിക്കൊക്കെ വലിയ തോതിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നൊരു നിലപാട് ആത്യന്തികമായി അമേരിക്കയിൽ നിന്നും ശക്തമായി ഉണ്ടാവുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചില ഉൽപ്പന്നങ്ങൾക്ക് 12ഓളം ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിൽ താരിഫ് സ്ട്രക്ചറിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായത്. ഇത്തരത്തിൽ ഒഴിവാക്കുന്നതോടുകൂടി വലിയ തോതിൽ ഇത്തരത്തിൽ ചുമത്തിയിരിക്കുന്ന താരിഫിന്റെ ഭാഗമായി ഉണ്ടായ വിലക്കയറ്റം നിയന്ത്രിക്കാനാകുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ താരിഫ് ചുമത്തിയതിന് പിന്നാലെ ഈ താരിഫ് ചുമത്തിയ പട്ടികയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം അമേരിക്കയിൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യവുമുണ്ട് എന്ന നിരീക്ഷണവും പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് താരിഫിൽ നിന്നും ഒഴിവാക്കി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്തുന്നത്. വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ബീഫ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അനിവാര്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ താരിഫ് ഒഴിവാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ മേൽ നടപടി സ്വീകരിക്കുമ്പോൾ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. നവംബർ 13 മുതൽ, അതായത് വ്യാഴാഴ്ച മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപടി നടപ്പിലാകുമെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ദുർഗ. ശരി ഐസൺ.